ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അനിയും കുറച്ച് മരിച്ചിനിയും നമ്മുടെ കപ്പയുണ്ടല്ലോ അതും പിന്നെ കൊഞ്ചും വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ ചമ്മന്തിയൊക്കെ ആയിരുന്നു ചോറിന് കൂടെ കഴിക്കാൻ. പിന്നെ തൈരും ഉണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം വിളമ്പാൻ കേട്ടോ മീനൊക്കെ വാങ്ങിക്കുന്നത്. ഇവിടെ അങ്ങനെ മീനൊന്നും കൊണ്ടുവരില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരം അവിടെ മീൻ വിൽക്കാൻ ആൾ വന്നിരിക്കുക. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. എല്ലാ ദിവസവും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് രാത്രിക്കുള്ള ഫുഡിനുള്ള ആവശ്യമുള്ള കറിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ മരിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒറ്റയ്ക്ക് അരിക്കണോണ്ട് എനിക്ക് ഫോൺ എവിടെയെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചില സമയത്ത് നമ്മുടെ ക്യാമറയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരും. അപ്പോൾ ഞാനിത് മൊത്തം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മുടെ വെള്ളം ഞാൻ മുമ്പേ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് അടുപ്പിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കൊഞ്ചുണ്ടല്ലോ, ഇതാണ് കൊഞ്ച് കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് വൃത്തിയാക്കുന്നതൊന്നും കാണിക്കുന്നില്ല. അത് ഫുള്ള് നമ്മളൊന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കറി വയ്ക്കാൻ എടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കണ പച്ചരച്ച കൊഞ്ച് കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്തരച്ചല്ല വെക്കണം, പച്ചയ്ക്ക് നമ്മുടെ തേങ്ങ അരച്ച് വെക്കണതാണ് കേട്ടോ. അപ്പോൾ ഈ വറുത്തരച്ച് വെക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് പച്ചയ്ക്ക് വെക്കുന്നതാണ് കേട്ടോ. അത് വേറൊരു ടേസ്റ്റും, രണ്ടും രണ്ട് രീതിയാണ്. അപ്പം ഇങ്ങനെ പച്ചയ്ക്കൊക്കെ വെക്കുന്നവർ കാണും, ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്കിന്ന് പച്ചരിച്ച് വയ്ക്കാം. പിന്നെ ഞാൻ നമ്മുടെ ചെറിയ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, നമ്മുടെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ മറ്റേ ഉള്ളി ഉണ്ടല്ലോ, നമ്മളെ ചെറിയ സവാള ഉണ്ടല്ലോ, അതൊന്ന് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് നിന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അത് നമ്മളെ കിഴങ്ങിന് വേണ്ടിയാണ്, അതായത് കപ്പയ്ക്ക് വേണ്ടിയാണ് കേട്ടോ. അതൊന്ന് മരിച്ചിനിക്ക് വേണ്ടി ഞങ്ങൾ അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും നമ്മുടെ പച്ചമുളകും, പിന്നെ നമ്മുടെ പച്ചമുളകല്ല ഉണ്ടമുളകാണ് ഇട്ടുകൊടുത്തത്. പിന്നെ കുറച്ച് പുളി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയൊന്നും അരച്ചെടുക്കണം കേട്ടോ. അത് ഒന്ന് നമ്മുടെ കിഴങ്ങ്, അതായത് മരിച്ചിനിക്കിഴങ്ങെന്നാണ് കേട്ടോ നമ്മൾ നാട്ടിൽ എപ്പോഴും പറയുന്നത്. മരിച്ചിനിക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ കപ്പയ്ക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് ഇളക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ചട്ടിയൊക്കെ വെച്ചിട്ട് അതിനുള്ള കടുവെല്ലാം വറുത്തിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ അവിടെ ഇരുന്ന് നമ്മുടെ മരിച്ചിന് നന്നായിട്ട്, അതായത് കപ്പ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ല വേവ് കുറഞ്ഞ, അതായത് നമ്മളെ ഇത്ര വേവിച്ചാലും ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, കുഴഞ്ഞു പോകാത്ത രീതിയിലിരിക്കണം. എനിക്ക് ഇങ്ങനത്തെ കപ്പയാണ് ഏറ്റവും ഇഷ്ടം. ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പം ഇങ്ങനത്തെ രീതിയിലുള്ള കപ്പയാണ് നമുക്ക് ഇന്ന് കിട്ടിയത് കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ കുറച്ച് ആ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയാണ് വേണ്ടത്, പക്ഷേ ചെറിയ ഉള്ളി കിട്ടിയില്ല. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നമുക്കൊന്ന് വരണ്ട് വരുന്ന സമയത്ത് നമ്മുടെ കൊഞ്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മുമ്പേ കൂട്ടി തേങ്ങയൊക്കെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ രാത്രിയിലായതുകൊണ്ട് ക്ലിയറൊന്നും അധികം വെട്ടമൊന്നുമില്ല, നിങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വരട്ടെടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് നന്നായിട്ട് മൂത്ത് വരണ്ടേ. പിന്നെ നമ്മുടെ കൊഞ്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വെള്ളത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കൊഞ്ച് ഞാൻ കഴുകിയത് നമ്മുടെ ഉപ്പൊക്കെ ഇട്ടാണ് കേട്ടോ. നമ്മളിവിടെ എന്ത് മീനുണ്ടെങ്കിലും ഉപ്പിട്ടേ കഴുകി എടുക്കത്തുള്ളൂ. അപ്പം നല്ല അഴുക്കല്ല, അങ്ങ് പെട്ടെന്ന് പോവും. അപ്പം കൊഞ്ച് ഞാൻ നല്ലതായിട്ട് വാരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് 2-3 പിടിക്കുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം നമുക്കിവിടെ കിലോ കണക്കൊന്നുമല്ല, 100 രൂപയ്ക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത്. അങ്ങോട്ടൊക്കെ തൂക്കി വാങ്ങിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് തൂക്കിയൊന്നും അല്ല കേട്ടോ എടുക്കുന്നത്. അപ്പം 100 രൂപയ്ക്ക് മീൻ വേണമെന്ന് പറഞ്ഞാൽ അവർ 100 രൂപയ്ക്ക് അങ്ങനെയാണ് മീൻ തരുന്നത്. അപ്പം ഞാനിതൊന്ന് വിരട്ടി വെച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നന്നായിട്ട് ചൂടടിക്കുന്നുണ്ട്, കാരണം തൊണ്ടടിയിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടും ഫോണിലും എൻ്റെ കയ്യിലും അടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ പുളി നന്നായിട്ടൊന്ന് പുഴിഞ്ഞു കൊടുക്കണം കേട്ടോ. ഇത് പിഴുപുളിയാണ്, നമ്മൾ നാട്ടിൽ പിഴുപുളിയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അമ്മ എപ്പോഴും മഞ്ഞപ്പൊടി ഇട്ടാണ് തേങ്ങ അരയ്ക്കണം, പക്ഷേ ഇന്നെന്തോ മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് ഞാനെല്ലാം നമ്മുടെ മഞ്ഞപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ പുളിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പുഴിഞ്ഞ് വെച്ചിരിക്കുന്ന പിഴുപൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് തിളച്ച് വന്ന സമയത്ത് നമുക്ക് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അമ്മയാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും എപ്പോഴും വറുത്തേച്ചെടുക്കത്തുള്ളൂ. അപ്പോൾ അത് വറുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ല എരിയുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതൊന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മളിത് ചേർത്തതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊന്നും കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം എരി ഇല്ലെങ്കിലോ ഒന്ന് എരുതി ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല എരിയുള്ള കറിയും കൂടെ ആയിരുന്നു. അപ്പം പിന്നെ നമ്മുടെ തേങ്ങ അരച്ച് വെച്ചാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കുറച്ച് വെള്ളം അതിൽ
ഈ കിടക്കുന്ന വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. പിന്നെ അതിൽ കുറച്ച് തേങ്ങ അരച്ച് ചാർന്ന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ വെള്ളമൊന്നും എടുക്കുന്നില്ല. ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അതാണ്. അതിന് ശേഷം നമ്മൾ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവപ്പൊടി ഞാൻ വീഡിയോയ്ക്ക് ഒരു ഫോട്ടോയായിട്ട് എടുത്തത്, അതാണ് അങ്ങനെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ മുളക് പൊടി ഉലുവപ്പൊടി ഇട്ടത് അതും ഫോട്ടോയായിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മളൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. ഇനിയും നമുക്ക് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ കാണാൻ കേട്ടോ. ഇത് പിന്നെ ഇത് വേറെ ഒന്നുമില്ല, എനിക്ക് ടാനും ഹെഡ്സും മുഖത്ത് ഇഷ്ടം പോലെ വന്നു. കാരണം നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ അടുപ്പിൻ്റെ മുട്ടിലല്ലേ നിൽക്കുന്നത്. എനിക്ക് ഓയിലി സ്കിന്നും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് വരും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നമ്മുടെ അരിപ്പൊടി ഉണ്ടായിരുന്നല്ലോ, അത് കൊടുത്ത് കുറച്ച് കഞ്ഞി വെള്ളം ഉണ്ടല്ലോ, ഇന്നത്തെ കഞ്ഞി വെള്ളം തന്നെ കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് മുഖത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുളിക്കാൻ നിർത്തുമ്പോൾ സ്ക്രബ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം നമ്മുടെ കഴുകിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറും പിന്നെ കുറച്ച് മരിച്ചീനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയല്ല കേട്ടോ ഇന്നത്തെ വീഡിയോസ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.